അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സൂചിപ്പിക്കുവാൻ ദുആ ചെയ്യുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഇവിടെയും ഇസ്ലാം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്ത്യ രാജ്യത്തെ സംബന്ധിക്കുമ്പോൾ 1950 ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞാൽ 2 കൊല്ലവും 11 മാസവും 19 ദിവസവും എടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അത് ഈ രാജ്യത്തിനു വേണ്ടി നമ്മുടെ പൂർവികന്മാർ സമർപ്പിച്ചു. എന്താണ് അതിൽ പറയുന്നത്? ഇന്ത്യ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്ത് മഹാഭൂരിഭാഗവും 82% ഹൈന്ദവ സഹോദരന്മാരാണ്. എന്നാൽ ഈ രാജ്യം ഒരു ഹൈന്ദവ രാജ്യമല്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് വേണ്ടി അടരാടുവാൻ ഹിന്ദുക്കൾ മാത്രമല്ല മുന്നോട്ട് വന്നത്. ഒരു വേള അവരെക്കാൾ കൂടുതൽ രക്തം ചിന്തിയവർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതിയവർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാ. മഹാനായ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം രചിക്കുവാൻ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ? മൗലവി അല്ല കേട്ടോ. അദ്ദേഹം ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്ത ആളാണ്. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. 26 വയസ്സ് മാത്രം പ്രായമായ ചെറുപ്പക്കാരൻ. 26 എന്ന് പറഞ്ഞാൽ യൗവനം തുടിച്ചു നിൽക്കുന്ന പ്രായം. ഒരുപാട് സ്വപ്നങ്ങൾ പീലി വിടർത്തി തന്റെ മനസ്സിന്റെ അകത്ത് സങ്കല്പങ്ങള് മയിൽപീലി പോലെ വിടർത്തിയാടുന്ന പ്രായം. യൗവന കാലഘട്ടം, ഒരുപാട് സ്വപ്നങ്ങൾ താലോലിക്കുന്ന പ്രായം. ആ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ആകൃഷ്ടനായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി സുഭാഷ് ചന്ദ്രബോസിനെ കണ്ട് അദ്ദേഹത്തിന്റെ സംഘടനയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. ആ സംഘടനയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഗാന്ധിജിയുടെ ലൈനിലൂടെയല്ല ഇന്ത്യ രാജ്യത്തിന്റെ മോചനം ആഗ്രഹിച്ചത്. ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണ് യുദ്ധം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈനിൽ ആകൃഷ്ടനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സുഭാഷ് ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങി രാജ്യത്തിന്റെ ശത്രുക്കളായ സൂര്യനസ്തമിക്കാത്ത വൈദേശികർക്കെതിരെ സന്ധിയില്ല സമരം നടത്തി. ഊണില്ലാതെ ഉറക്കില്ലാതെ വീടുപേക്ഷിച്ചുകൊണ്ട് നാടുപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ വീരേതിഹാസ ചരിത്രം രചിക്കുവാൻ വേണ്ടി രാജ്യത്തിന്റെ അടർക്കളത്തിലേക്ക് ഇറങ്ങിയ സമയം ബ്രിട്ടീഷുകാർ വന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അദ്ദേഹത്തിനെതിരെ കേസ് വിസ്താരം നടത്തി. ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട 26 വയസ്സുകാരനായ വക്കം അബ്ദുൽ ഖാദറിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ കേട്ടുകൊണ്ട് ഈ രാജ്യത്തുള്ള ഓരോ ചെറുപ്പക്കാരും ഞെട്ടിത്തെറിച്ചുപോയി. നാളെ 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മപുത്രൻ ഈ രാജ്യത്തോട് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ ബ്രിട്ടീഷുകാരൻ വെച്ചു നീട്ടുന്ന തൂക്കുകയറിൽ അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ പടഞ്ഞു മരിക്കാൻ പോവുകയാണ്. രാത്രി 9 മണി. ഇനി എന്റെ മുമ്പിൽ നീണ്ട ദിവസങ്ങളില്ല, നീണ്ട രാവുകളില്ല, നീണ്ട കൊല്ലങ്ങളില്ല, കേവലം മണിക്കൂറുകൾ മാത്രം, അതല്ല മിനിറ്റുകൾ മാത്രം എന്നായിരിക്കും പറയുന്നത്. ശരി, വക്കം അബ്ദുൽ ഖാദർ ഒരു കടലാസും പേനയും എടുക്കുകയാണ്. നാളെ 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോകുന്ന അബ്ദുൽ ഖാദർ പേനയും കടലാസും എടുത്തുകൊണ്ട് എഴുതിയ കാര്യം ഇന്നത്തെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമോന്റെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശോധിച്ചു നോക്ക്. ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ടാണെങ്കിലും അല്പമൊക്കെ അതിലുണ്ട്. എന്താ ആദ്യമായി എഴുതിയത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജാതിരാജനായ പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു. അതിലൂടെ മനസ്സിലാക്കാം, ഈ 2 വാക്കിലൂടെ മനസ്സിലാക്കാം വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഈമാൻ എത്രയുണ്ട് എന്ന്. അള്ളാഹുവിന്റെ പേര് ചരിച്ചുകൊണ്ട് എഴുതുകയാണ്. പ്രിയപ്പെട്ട എന്റെ ഉമ്മ, പ്രിയപ്പെട്ട എന്റെ ബാപ്പ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ഖാദർ നാളെ 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ എളിയ മരണം വരിക്കുകയാണ്. ഞാൻ നാളെ 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ മരിക്കുകയാ. എനിക്ക് നിങ്ങളെ സമാശ്വസിപ്പിക്കാൻ ഒരു വാക്കുകളുമില്ല. പക്ഷെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ, എന്നെ ഓർത്ത് നിങ്ങൾ കരയരുത്, എന്നെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. എന്റെ പ്രിയപ്പെട്ട പിതാവേ, മാതാവേ, എന്റെ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഭാവിയിൽ കേൾക്കാൻ സാധിക്കും. ബ്രിട്ടീഷുകാരൻ വെച്ചു നീട്ടിയ തൂക്കുകയറിലേക്ക് ആത്മാഭിമാനത്തോടെ നല്ല
ആ ഊർജ്ജത്തോടെ ആർജവത്തോടുകൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരന്റെ രാജ്യസ്നേഹത്തിന്റെ കഥകൾ നിങ്ങൾക്ക് ഭാവിയിൽ കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആശ്വാസവാക്കുകളോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ഖാദർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് എഴുതി വെച്ചു. ആ പ്രിയപ്പെട്ട ഈ രാജ്യസ്നേഹി പിറ്റേന്ന് 5 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ 26 വയസ്സുകാരനായ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബ്രിട്ടീഷുകാർ അവരോട് പോരാടി എന്ന ഒറ്റ കാരണത്താൽ തൂക്കിക്കൊന്നു കളഞ്ഞു. മുസൽമാന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ഇതിൽ പരം തെളിവ് എന്താ വേണ്ടത്? എത്രയെത്ര തെളിവുകൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ ടിപ്പു സുൽത്താൻ, ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, എവിടെ നോക്കിയാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള സംവാദങ്ങളാണ്. മാതൃഭൂമി വീക്കിലിയും വാരികയും പത്രവുമൊക്കെ ഈയടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ഒരു ഭാഗത്ത് അദ്ദേഹം വലിയ ഭീകരവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ്, വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിധ്വംസകവാദി. എന്താ കാരണം? മലബാറിൽ മാത്രം 30 ലക്ഷം ദളിതുകരെ, 30 ലക്ഷം ഹൈന്ദവ സഹോദരന്മാരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയ ആളാണ് ടിപ്പു സുൽത്താൻ എന്ന ഏറ്റവും വലിയ അനീതിയുടെ വാചകങ്ങൾ വരെ പ്രചരിക്കപ്പെടുകയാണ്. എന്താ കാരണം? ഡോക്ടർ CK കരീം എഴുതുകയാണ്, 30 ലക്ഷം പോയിട്ട് 15 ലക്ഷം പോലും ദളിതുകൾ അന്ന് കേരളത്തിലുണ്ടായിരുന്നില്ല. മലബാറിൽ 15 ലക്ഷം പോലും ഹൈന്ദവ ദളിതന്മാർ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കൊട്ടക്കണക്ക് വെച്ചിട്ട് 30 ലക്ഷം ആളുകളെ മതം മാറ്റിയെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് കളവാണ്, ഇത് അനീതിയാണ് എന്ന് മാത്രമല്ല, ആരായിരുന്നു ടിപ്പു സുൽത്താൻ? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ രാജ്യത്തെ ഒരു പേടി സ്വപ്നം മഹാനായ ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടാൻ അതേ പാതയാണ് മഹാനായ ടിപ്പു സുൽത്താൻ സ്വീകരിച്ചത്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പീരങ്കി ഉപയോഗിച്ചതാരാ? ടിപ്പു സുൽത്താനാണ്. ആദ്യമായി ബോംബ് ഉപയോഗിച്ചതാരാ? ടിപ്പു സുൽത്താനാണ്. ആദ്യമായി തോക്ക് ഉപയോഗിച്ചതാരാണ്? ടിപ്പു സുൽത്താനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ വേണ്ടിയായിരുന്നില്ല, രാജ്യത്ത് സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല. സൂര്യന് ശ്രമിക്കാത്ത വൈദേശികന്റെ, അവന്റെ കാലിന്റെ ബൂട്ടിന്റെ അടിയിൽ പിടഞ്ഞമരുന്ന പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ മക്കളെ മോചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിയായിരുന്നു, രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ തന്നെ തന്ത്രം സ്വീകരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ പോരാടിയത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് അനിവാര്യമായി വന്നു ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കിടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, അവരുടെ സമാധാനത്തിന്റെ പ്രാവായി അവർ കാണുന്ന ടിപ്പു സുൽത്താനെ വർഗീയവാദിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഹൈന്ദവന്മാർ അദ്ദേഹത്തെ വെറുക്കുകയുള്ളൂ. മഹാനായ നമ്മുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ അവർകൾ ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആ കരങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്ത് കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഗതകാല പാപങ്ങൾ മുഴുവൻ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ അനുവദിച്ചതിനാൽ കുറച്ചുകൂടെ ഈ പറഞ്ഞു വരുന്ന വിഷയമൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ രാജ്യത്തുള്ള ഹൈന്ദവന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ പോലെ ജീവിക്കുകയാണ്. അദ്ദേഹത്തെ ജനഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലല്ലാതെ ഈ രാജ്യത്തിന്റെ അധികാരം സ്ഥാപിക്കുവാനും ഈ രാജ്യത്തെ വേർതിരിവുണ്ടാക്കിയിട്ട് അതിലൂടെ മുതലെടുക്കുവാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവരുടെ കുതന്ത്രത്തിന്റെ ഫലമായി ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന് പറയുന്ന കുതന്ത്രത്തിന്റെ ഫലമായാണ് മഹാനായ ടിപ്പു സുൽത്താനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ അനീതിയാണത്. ഡോക്ടർ KKN കുറിപ്പ് എഴുതുകയാണ്, ഒരിക്കലും മഹാനായ ടിപ്പു സുൽത്താൻ വർഗീയവാദിയല്ല. അദ്ദേഹം അമ്പലങ്ങൾ പൊളിച്ചു എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. ഒരുപക്ഷെ പടയോട്ടത്തിൽ അമ്പലങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടാകാം. അത് ഹൈന്ദവ മതത്തോടുള്ള വെറുപ്പ് കാരണമായിട്ടായിരുന്നില്ല. യുദ്ധത്തിന് വേണ്ടി പോകുന്ന പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്ന സമയത്ത് അമ്പലങ്ങളും പള്ളികളൊക്കെ കേടുപാട് വരാറുണ്ട്. അങ്ങനെ കേടുപറ്റിയ അമ്പലങ്ങൾ മുഴുവൻ അദ്ദേഹം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ആ അമ്പലങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ KKN കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നുവെങ്കിൽ
അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് സിയാറത്തിന് പോകാറുണ്ടല്ലോ. മൈസൂരിന്റെ അപ്പുറത്തുള്ള ശ്രീരംഗപട്ടണം. ആ ശ്രീരംഗപട്ടണമായിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം. ആ തലസ്ഥാന നഗരിയുടെ തൊട്ടപ്പുറത്ത് മനോഹരമായ അന്നത്തെ കാലത്ത് പ്രൗഢമായിരിക്കുന്ന ഒരു പള്ളി മഹാനായ ടിപ്പു സുൽത്താൻ സ്വന്തം വകയിൽ നിർമ്മിച്ചു. സ്വന്തം വകയിൽ പള്ളി നിർമ്മിച്ചു. പരിശുദ്ധമായ പള്ളി, പരിസരത്തെവിടെയുമില്ലാത്ത പ്രൗഢമായ പള്ളി. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് ഒന്ന് ആരാധന ചെയ്യുവാൻ മനോഹരമായ പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനത്തിന്റെ സമയമായിട്ടും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ആ രാജ്യത്ത്, ആ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരന്മാർ, പണ്ഡിതന്മാർ ചോദിച്ചു, പ്രിയപ്പെട്ട രാജാവേ, എന്തേ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാത്തത്? മഹാനായ ടിപ്പു സുൽത്താൻ അല്പം ശോകഭാവത്തോടുകൂടിയാ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ പ്രദേശത്തിന്റെ രാജാവാണ്. എന്റെ അധികാരത്തിന്റെ പരിധിയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എന്റെ മൂക്കിന് മുമ്പിൽ ജീവിക്കുന്നവരിൽ അമുസ്ലിങ്ങളുമുണ്ട്, ഹൈന്ദവ സഹോദരന്മാരുണ്ട്. എന്റെ നാട്ടിലെ മുസ്ലിങ്ങൾ മുഴുവൻ പരിശുദ്ധമായ പള്ളിയിലേക്ക് 5 വക്ത് നമസ്കാരത്തിന് വരുമ്പോൾ എന്റെ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർക്ക് ആരാധിക്കുവാനുള്ള ഒരു ബിൽഡിംഗ് ഇല്ല, ഒരു ക്ഷേത്രമില്ല. അതുകൊണ്ടൊരു ക്ഷേത്രവും കൂടെ നിർമ്മിച്ചതിന് ശേഷം മാത്രമാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പ്രഖ്യാപിച്ചു മഹാനായ ടിപ്പു സുൽത്താൻ. ഇന്നും പോയാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, ഒരു ഭാഗത്ത് പരിശുദ്ധമായ പള്ളിയാണ്, തൊട്ടപ്പുറത്ത് ശംഖുനാഥം മുടങ്ങുന്ന അമ്പലമാണ്. പരിശോധിച്ചു നോക്കുന്നതിന്റെ ചരിത്രരേഖ. ആരാണ് ശ്രീരംഗപട്ടണത്തെ അമ്പലം നിർമ്മിച്ചു കൊടുത്തത്? ആ നാട്ടിലെ പൂജാരിമാരായിരുന്നില്ല, ആ നാട്ടിലെ ഹൈന്ദവ ഭക്തന്മാർ പിരിവെടുത്തുകൊണ്ടായിരുന്നില്ല. മഹാനായ ടിപ്പു സുൽത്താൻ തന്റെ സമ്പത്തിന്റെ വിഹിതം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിക്കുന്ന അതേ ഗൗരവത്തോടുകൂടെ ആ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർക്ക് ആരാധന ചെയ്യുവാൻ അമ്പലമുണ്ടാക്കി കൊടുത്തത്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ടിപ്പു സുൽത്താനാണോ വർഗീയവാദി? മാത്രമല്ല, ടിപ്പു സുൽത്താന്റെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ടിപ്പു സുൽത്താന്റെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആരായിരുന്നു? പൂർണ്ണയായിരുന്നില്ലേ? പൂർണ്ണയ മുസൽമാനാണോ? തന്റെ നെറ്റിയിൽ കലഭം ചാർത്തിയിട്ട് എന്നും ഈശ്വരനെ വണങ്ങിയിട്ട് ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയിട്ട് കൊട്ടാരത്തിലേക്ക് വരുന്ന പൂർണ്ണയ്യ അദ്ദേഹം മുസ്ലിമല്ല. സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ ഉദാഹരണങ്ങൾ മഹാനായ ടിപ്പു സുൽത്താനിൽ കാണാൻ സാധിക്കും. എങ്ങനെയാ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തൊരു ദേശസ്നേഹിക്കും അവകാശപ്പെടാൻ കഴിയാത്ത, നമ്മൾ പറയാറുണ്ടല്ലോ, അവസാനത്തെ ശ്വാസം വരെ, അവസാന തുള്ളി രക്തം വരെ എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവർ. അതിരാവിലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോടൊത്ത്, ഭാര്യയോടൊത്ത് പ്രാതൽ കഴിക്കാൻ വേണ്ടി തന്റെ കയ്യിലേക്ക് കിട്ടിയ ഭക്ഷണം വായിലേക്കിടുമ്പോ ഒരാളോട് വരികയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ബ്രിട്ടീഷുകാർ നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു, കോട്ട വളഞ്ഞിരിക്കുന്നു. തന്റെ കയ്യിലേക്കെടുത്ത ഭക്ഷണം പോലും നാവിൽ വെക്കാതെ അരയിൽ തിരികെ വെച്ചിരിക്കുന്ന ഉറയിൽ വാളുണ്ടോ എന്ന് ഉറപ്പുവരുത്തി തന്റെ പ്രിയതമയോടും തന്റെ മക്കളോടും, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ ദുനിയാവിൽ കാണാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ കാണാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു തന്റെ കുതിരപ്പുറത്ത് കയറി പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ശ്രീരംഗപട്ടണത്തെ കോട്ട മുഴുവൻ ബ്രിട്ടീഷുകാർ വളഞ്ഞിരിക്കുകയാണ്. ഒരു പടനായകന്റെ സഹായമില്ലാതെ അതിന്റെ അകത്തേക്ക് വരാൻ പോലും പ്രയാസകരമായ ആ കോട്ടയുടെ ഉൾവശം നിറയെ ബ്രിട്ടീഷുകാരാണ്. അവരോട് ഏറ്റുമുട്ടി പടഞ്ഞു മരിക്കുന്ന ഇന്ത്യൻ സൈനികന്മാരെ കണ്ടപ്പോ, തന്റെ പട്ടാളക്കാരെ കണ്ടപ്പോൾ ഒരുപക്ഷേ അദ്ദേഹത്തിന് ഒളിച്ചോടാനുള്ള ധാരാളം താവളങ്ങൾ ആ കോട്ടയിലുണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ തന്റെ കുതിരപ്പുറത്ത് കയറി വാൾ ചൊടുത്തിയിട്ട് വിശാലമായി തന്റെ മുമ്പിൽ പാരാപോരം പോലെ കിടക്കുന്ന ബ്രിട്ടീഷ് സൈനികന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് മഹാനായ ടിപ്പു സുൽത്താൻ. എന്നിട്ട് അവസാനം എന്താ ചെയ്തത്? യുദ്ധം ചെയ്ത് തലകൾ ഓരോന്ന് തെറിച്ചു. അവസാനം ഒരു ബ്രിട്ടീഷുകാരന്റെ കയ്യിലെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ മഹാനായ ഷഹീദേ മില്ലത്ത്, ഈ സമുദായത്തിന്റെ രക്തസാക്ഷിയുടെ ഇടനെഞ്ചിലേക്ക് തുളച്ചു കയറി അദ്ദേഹം അവിടെ പിടഞ്ഞു വീഴുകയാണ്. പിടഞ്ഞു വീണു മരിച്ചില്ല. എന്താ സംഭവിച്ചത്? ദി സോർഡ് ഓഫ് ടിപ്പു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ അരമനയിൽ പോലും ഞെട്ടിവിറക്കുന്ന പേരാണ് ടിപ്പുവിന്റെ വാളെന്ന് പറയുന്നത്. മനോഹരമായ വെള്ളിയുടെ പിടികൊണ്ടുണ്ടാക്കിയ ആ വാള് തന്റെ ദൈവത്തെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ഷഹീദ് മില്ലത്ത് പറഞ്ഞ, സഹോദര, എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്താ ആഗ്രഹം? മരിക്കാൻ പോവുകയാണ്, അവസാന ശ്വാസം വലിക്കുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. എന്താ ആഗ്രഹം? എന്നെ കൊല്ലുന്നവന് സമ്മാനമായി ഈ വാള് കൊടുക്കണമെന്ന്. പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയ ഷഹീദെ മില്ലത്ത് എന്ന പുസ്തകം വായിച്ചു നോക്ക്. ആധികാരികമായ ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ വാള് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് വാ, എന്റെ വാളിന് നീയാണല്ലോ എന്റെ കയ്യിൽ നിന്ന് തന്നെ നീ വാങ്ങിക്കോ.
ടിപ്പുവിന്റെ വാള് സമ്മാനമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നോബൽ പ്രൈസ് കിട്ടുന്നതിനേക്കാൾ വലിയ മഹത്വമുള്ള കാര്യമാണെന്നാണ് ഓരോ ബ്രിട്ടീഷ് സൈനികന്റെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിലങ്ങ് മതിമറന്നുപോയ ബ്രിട്ടീഷ് സൈനികൻ ആ വാള് വാങ്ങാൻ വേണ്ടി ടിപ്പുവിന്റെ ചേതനയറ്റ് കിടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവസാനത്തെ ശ്വാസം വലിക്കുന്ന ആ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചെന്നപ്പോൾ തന്റെ ശരീരത്തിലെ ഊർജ്ജം മുഴുവൻ തന്റെ വലതു കൈയിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് വെടിവെച്ചവന്റെ ശരീരത്തിലേക്ക് കാഞ്ഞൊരു വെട്ടുകൊടുത്തപ്പോൾ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടെ വെച്ച് പടഞ്ഞു മരിച്ചുപോയില്ലേ? അവസാനത്തെ ശ്വാസവും നിലക്കുന്നതുവരെ അവസാനത്തെ തുള്ളി രക്തവും ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച മഹാനായ ടിപ്പു സുൽത്താനെ കുറിച്ച് എങ്ങനെയാ പറയാൻ കഴിയുക? അദ്ദേഹം ഒരു ഭീകരവാദിയായിരുന്നുവെന്ന്, അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നുവെന്ന്, അദ്ദേഹം ഒരു വിധ്വംസകവാദിയായിരുന്നുവെന്ന്? ഇത് അനീതിയല്ലേ? നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന് നേരെ അനീതിയോടുകൂടിയാണ് വർത്തമാനകാല ചരിത്രകാരന്മാർ അവരുടെ കണ്ണട തിരിച്ചു പിടിച്ചിരിക്കുന്നത്, അവരുടെ തൂലിക ചലിപ്പിക്കുന്നത്. എന്തൊക്കെ വലിയ വലിയ അബദ്ധങ്ങൾ മഹാനായ ബാബർ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ബാബരി പള്ളി. ആ ബാബരി പള്ളി ഉണ്ടാക്കിയിട്ട് 460 കൊല്ലമായിട്ടുള്ള ഏതാണ്ട് 500 കൊല്ലം. 500 കൊല്ലം മുന്നേ അയോധ്യയിലെ ശ്രീരാമന്റെ ജന്മസ്ഥലമാകുന്ന അമ്പലം പൊളിച്ചിട്ട് അവിടെയാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ബജരംഗ് BHPയും RSSും ഏത് കാലം മുതലാ പറയാൻ തുടങ്ങിയത്? 1900 വരെ ഇങ്ങനൊരു വാദം ഉണ്ടായിരുന്നോ? 1800 ഇങ്ങനൊരു ചർച്ച ഉണ്ടായിരുന്നോ? 1700 ഇങ്ങനൊരു ചർച്ച ഉണ്ടായിരുന്നോ? അക്ബർ ചക്രവർത്തി ഈ രാജ്യം ഭരിക്കുന്ന സമയം, അക്ബർ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഭരണാധികാരിയല്ല. ആദ്യമായിട്ട് മുസ്ലിമായിരുന്നു, പിന്നെ അയാള് മുർത്തദായി പോയിട്ടുണ്ട്. കാരണം ദീനെ ഇലാഹി എന്ന് പറയുന്നൊരു മതമുണ്ടാക്കി, പുതിയ മതം. ആ ദീനെ ഇലാഹിയുടെ സ്ഥാപകനായ അക്ബർ ചക്രവർത്തി തന്റെ കൊട്ടാര കവിയായി നിയമിച്ചത് തുളസീദാസ് എന്ന് പറയുന്ന ഹൈന്ദവ ആചാര്യനെയായിരുന്നു. നല്ല കവിയാണ്. ഖഡീബോയിലും അതേപോലെ തന്നെ ഉറുദു ഭാഷയിലും സംസ്കൃതത്തിലും വിൽപ്പത്തിയുണ്ടായിരുന്ന തുളസീദാസ് രാമഭക്തനാണ്. അക്ബർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും ഈസാ നബിയും എല്ലാം വലിയ പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ തുളസീദാസിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട തുളസീദാസ്, രാമചരിതമാനസമുണ്ടാക്കണം, രാമന്റെ കഥയുണ്ടാക്കണം. രാമന്റെ കഥ എഴുതുവാൻ തുളസീദാസ് പോയിരുന്നത് കടൽക്കരയിലായിരുന്നില്ല, നല്ല തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നില്ല, ക്ലബിലായിരുന്നില്ല, പുഴക്കരയിലായിരുന്നില്ല. ചരിത്രം പരിശോധിച്ചു നോക്ക് പ്രിയപ്പെട്ടവർ. തുളസീദാസ് പോയത് പരിശുദ്ധമായ ബാബരി പള്ളിയിലേക്കാണ്. മനോഹരമായ ബാബരി പള്ളിയുടെ ഭൂമുഖത്ത് പോയി അദ്ദേഹം ഇരുന്നുകൊണ്ട് രാമന്റെ കഥ എഴുതി. ആ പള്ളിയിൽ ഉസ്താദായി സേവനമനുഷ്ഠിക്കുന്ന ആ ബഹുമാന്യനായ പണ്ഡിതന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ വിഹിതം തുളസീദാസ് കഴിച്ചു. ശുഭ്രവസ്ത്രം ധരിച്ച ഉസ്താദിന്റെ കൂടെ പൂണൂല് ധരിച്ച കളഭം ചാർത്തിയ തുളസീദാസ് ഇരുന്നു. ഒരേ പള്ളിയിൽ ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അന്നുവരെ തുളസീദാസിന് പോലും വിശ്വാസമില്ലായിരുന്നു ഇത് രാമന്റെ ജന്മസ്ഥലമാണെന്ന്. ഇപ്പോഴിതാ പറയുന്നു ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ച താജ്മഹലുണ്ടല്ലോ, ലോകാത്ഭുതങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഗണ്യമായ പങ്ക് വഹിക്കുന്ന താജ്മഹൽ, അത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണത്രേ. ഇപ്പോൾ പറയാൻ തുടങ്ങിയതാ. മറ്റൊരു ഭാഗത്ത് പറയുന്ന ഒരു മന്ത്രി, ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളെല്ലാം തന്നെ രാമന്റെ മക്കളാണ്, ഈ രാജ്യത്തുള്ള എല്ലാവരും രാമന്റെ മക്കളാ. അത് വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം, അല്ല വത്തിക്കാനിലേക്ക് പോകാം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും ജൈനന്മാരുമെല്ലാം രാമന്റെ മക്കളാണെന്ന വിശ്വാസം സ്വീകരിക്കണം. പറ്റില്ലേ? നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര വലിയ ഗൗരവം നിറഞ്ഞ വാക്കുകളാണിത്. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതി ഭരിച്ച മഹാന്മാരായ പൂർവ്വസൂരികളുടെ രക്തമൊഴുകുന്ന ഈ കാലഘട്ടത്തിലെ മുസൽമാന് രാജ്യത്തോട് കൂറില്ലത്രേ. അതുകൊണ്ട് ഗർവാപ്പസിയിലേക്ക് വരണം, തറവാട്ടിലേക്ക് വരണം. ഏതാ തറവാട്? മുസൽമാന്റെ തറവാട് ഹിന്ദുമതമാണ്, ക്രൈസ്തവന്റെ തറവാട് ഹിന്ദുമതമാണ്. ഈ തറവാട്ടിലേക്ക് വരണം. അങ്ങനെ വരുന്ന മുസൽമാന് വില 5 ലക്ഷം രൂപ, അങ്ങനെ വരുന്ന ക്രിസ്ത്യാനിക്ക് വില 2 ലക്ഷം രൂപ. 5 ലക്ഷം മുസൽമാന് പ്രഖ്യാപിച്ചിരിക്കുന്നു, 2 ലക്ഷം ക്രിസ്ത്യാനിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും പ്രദേശങ്ങളിൽ ഗർഭാബസ് സംഘടിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ പോയി ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോകുന്നു. നോക്കൂ നിങ്ങൾ, ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം അതേപോലെ ഉത്തരേന്ത്യയിൽ റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ, ഐഡന്റിറ്റി കാർഡ് ലഭിക്കണമെങ്കിൽ, ഇലക്ഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ ഹിന്ദുമതം സ്വീകരിക്കണം, ഒപ്പിട്ടുകൊടുക്കണം. അങ്ങനെ പാവപ്പെട്ട 40ഓളം മുസ്ലിം ചെറുപ്പക്കാർ അവർ അറിയാതെ ഒപ്പിട്ടുകൊടുത്തു പോയതിന്റെ ചിത്രങ്ങൾ നമ്മൾ വായിച്ചെടുത്തല്ലോ പത്രത്തില്. മുസൽമാന് മതം മാറുവാൻ ഗർവാപ്പസിയുമായി വരികയാണ്. അവര് പറയുന്നു, ഇവിടെ ബാബറും ഔറംഗസേബും അതേപോലെ തന്നെ ടിപ്പു സുൽത്താനുമെല്ലാം നിർബന്ധിച്ച് മതം പരിവർത്തിച്ചതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇന്ന് മുസ്ലിങ്ങളും അതേപോലെ ക്രിസ്ത്യാനികളും ഇത്രമാത്രം ഉയർന്നു വന്നത് എന്ന്. ഹിന്ദുക്കൾ മാത്രമുണ്ടായിരുന്ന ഈ രാജ്യത്ത്
ടിപ്പു സുൽത്താനും ബാബറും ഔറംഗസേബിനെ പോലെയുള്ള ഭരണാധികാരികൾ നിർബന്ധിച്ച് മതം പരിവർത്തനമാക്കിയതുകൊണ്ടാണ് ഇവിടെ ഈ രാജ്യത്ത് ഇത്രമാത്രം പള്ളികളും മദ്രസകളും ചർച്ചുകളും ഖനീസുകളും എല്ലാം ഉണ്ടായത് എന്ന് ഈ കാലഘട്ടത്തിൽ VHPക്കാർ പറയുകയാണ്. ഘർ വാപസിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ പറയുകയാണ്. ഇതേറ്റവും വലിയ അനീതിയാണ്, ഇതേറ്റവും വലിയ അനീതിയ. അത്തരത്തിൽ അനീതിയുടെ വർത്തമാനങ്ങൾ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഇതര മത അനുയായികളായ ബജ്റംഗ് ദളിന്റെ BJPയുടെ VHPയുടെ RSSന്റെ പ്രവർത്തകന്മാരോട് ഈ സമയത്ത് വെള്ളരിപ്രാവായ മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ അച്ചടക്കത്തിന്റെ പടച്ചട്ടയണിഞ്ഞ പ്രിയപ്പെട്ട SKSFന്റെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കിയിട്ട് പ്രഖ്യാപിക്കണ്ട, നിങ്ങൾ ഹദീസ് പഠിച്ചിട്ട് പ്രഖ്യാപിക്കണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മതത്തിൽ തന്നെ പെട്ട ഒരു വേള ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി പേന ചലിപ്പിച്ച ഈ കേരളത്തിന്റെ അനുഗ്രഹീതനായ കവിയുണ്ടല്ലോ കുമാരനാശാൻ, അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയാണ്, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരു പരമസത്യം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ് ആ പരമസത്യം? ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുകയാണ്, എന്താണ് ഹിന്ദുമതത്തിന് സംഭവിച്ചത് എന്ന്, മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം വർദ്ധിച്ചത് എന്ന്. അട്ടും വഴക്കും വഴിയാട്ടും ഇക്കൂട്ടർ ഏറെ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൽ ചിറും തിരകൾ കടന്നോ ഹിമാലയ നിറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ടൊരേടെ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തിച്ചാരത്തിരുന്നിടാം, തെറ്റും പേടിക്കേണ്ട നമ്പുരാരെ. ഹിന്ദുമതത്തിന്റെ ജാതീയ സമ്പ്രദായമാണ് ആ മതത്തെ ക്ഷയിപ്പിച്ചത് എന്ന് കുമാരനാശൻ എഴുതുകയാണ്. ഈ രാജ്യത്ത് അറബിക്കടലിന്റെ അലമാലകൾ ഭേദിച്ചു കൊണ്ടുവന്നാൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ പശ്ചിമഘട്ടം കടന്നുവന്ന മുസ്ലിങ്ങൾ അവർ ഏറെയില്ല. 12 ആളുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇന്ത്യ രാജ്യത്തിന് 14 കോടി 15 കോടി മുസ്ലിങ്ങളായി? അവരുടെ സൗഹാർദ്ദമാണ്, സാഹോദര്യമാണ്, സമഭാവനയാണ്, സമത്വമാണ്. എന്നാൽ ഹിന്ദുമതമോ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയില്ല. ഹിന്ദുമതമാണ് യഥാർത്ഥ തറവാട് എന്ന് പറയുന്നവരോട് നിർബന്ധിച്ച് മതം പരിവർത്തിച്ചവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരോട് സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് ജാതീയതയിൽ അധിഷ്ഠിതമായതാണ്. ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന്, വൈശ്യൻ ബ്രഹ്മാവിന്റെ നെഞ്ചിൽ നിന്ന്, അതേപോലെ തന്നെ ശൂദ്രൻ ബ്രഹ്മാവിന്റെ കാലിന്റെ അടിയിൽ നിന്ന്, അല്ലേ? ആ രൂപത്തിൽ പിറവിയെടുത്ത എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ശൂദ്രന്മാർ, അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, അവർ അടിമകളാണ്. സാധാരണക്കാരന്റെ അവകാശങ്ങൾ പോലുമില്ല. അവർ നടക്കുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചിരട്ട കഴുത്തിൽ കെട്ടിത്തൂക്കണമായിരുന്നു. എന്തിനാ? കാർക്കിച്ച കഫം ഭൂമിയിലേക്ക് തുപ്പാൻ പാടില്ല. അത് തുപ്പാൻ പ്രത്യേകമായ ഒരു ചിരട്ട, ആ ചിരട്ടയും കെട്ടിത്തൂക്കി വേണം പോകാൻ. അവര് പോകുമ്പോൾ കഴുത്തില് താലികൾ കെട്ടിത്തൂക്കുന്നതിലും മണി കെട്ടിത്തൂക്കണം. മുതിർന്ന ജാതിക്കാർ വരുമ്പോ ഇതിലൂടെ അശുദ്ധനായൊരു മനുഷ്യൻ വരുന്നുണ്ട്, ഇവിടെ തൊട്ടാ തന്റെ കാൽ അശുദ്ധമാകുമെന്ന് വിശ്വസിച്ച് വഴിമാറിപ്പോകാൻ. അവർക്കെപ്പോഴും കോരന് കഞ്ഞി കുമ്പിളിലാണ്. ജോലിക്ക് വേണ്ടി വിളിച്ചാൽ വെറും തറയിൽ കുഴികൊടിച്ച് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുത്ത് പ്രാവിന്റെ ഇല കൊണ്ട് മുക്കിക്കുടിക്കേണ്ട ഗതികേടുള്ളവരായിരുന്നു ഈ രാജ്യത്തെ അധസ്ഥിതരായ ദളിതന്മാർ, ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ശൂദ്രന്മാർ. അവരാണ് സമത്വത്തിന്റെ, സന്തോഷത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ യാതൊരു ഭാവഭേദമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മുമ്പിൽ നിൽക്കുന്നവൻ കറുത്തവനാണ്, പിന്നിൽ നിൽക്കുന്നവനോ വെളുത്തവനുണ്ട്, പണക്കാരനുണ്ട്, പാവപ്പെട്ടവനുണ്ട്, അധികാരിയുണ്ട്, ഭരണീയനുണ്ട്, എല്ലാവരുമുണ്ട്. തോളോട് തോളിൽ നിന്ന് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. മുമ്പിലുള്ളവൻ കറുത്തവൻ കുനിയുമ്പോൾ ഇവരെല്ലാവരും കുനിയുന്നു, അവൻ ഉയരുമ്പോഴോ എല്ലാവരും ഉയരുന്നു. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴോ എല്ലാവരും ഒരേ വേഷം. ദ്രൂണേ സുൽത്താനാണെങ്കിലും ശരി, ഈ നാട്ടിലെ കൂലിപ്പണിക്കാരനാണെങ്കിലും ശരി, 2 കഷണം കോറത്തുണിയില്ലാതെ അവൻ കൊണ്ടുപോകാൻ പാടില്ല. ഒരേ മന്ത്രം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒരേ രൂപത്തിൽ മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്നത് പോലെ മിനയിൽ പോയി കിടക്കണം. എത്ര വലിയ രാജാവാണെങ്കിലും അധികാരത്തിന്റെ കസരയിൽ വാഴുന്നവരാണെങ്കിലും ശരി, ഒരു ചെറിയ 6 അടി മണ്ണിന്റെ അകത്ത് പോയി കിടക്കുന്നത് പോലെ ഭൂമിക്ക് മുകളിൽ അവൻ പോയി കിടക്കണം. അങ്ങനെ സമഭാവനയുടെ മനുഷ്യരെല്ലാവരും കുല്ലുക്കും മിന്നാദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നാണ്. ഈ സമത്വത്തിന്റെ, സമഭാവനയുടെ, സൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവും സഹോദരന്മാരും സഹാബാക്കളും ഈ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഘർ വാപസിയുടെ ഇമ്മാക്കിയുമായി വരുന്നവരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നവരല്ല. ഇനി ഏതെങ്കിലും ഒരാൾ 5 ലക്ഷം രൂപ കിട്ടിയിട്ട് പോയി എന്ന് കൂട്ടിക്കോ, ഞങ്ങളതിന്റെ പേരിൽ പട്ടാസ് പോലും പൊട്ടിക്കൂല. ആ പാരമ്പര്യം ഞങ്ങൾക്കില്ല.
കെ ഉമർ മൗലവിയെ ഒരുപക്ഷെ ഈ നാട്ടിലെ ഹൈന്ദവന്മാർക്ക് പോലും അറിയാലോ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, ഇസ്ലാമിക പരമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നായകനാണല്ലോ. അദ്ദേഹത്തിന്റെ മകൻ ബഷീർ എന്നെവിടെയാ? അദ്ദേഹത്തിന്റെ മകൻ ബഷീർ അദ്ദേഹത്തിന്റെ പാതയിലില്ല, ഞങ്ങളുടെ കൂട്ടത്തിലല്ല, ഇസ്ലാമിലല്ല. അദ്ദേഹം കുറി തൊട്ടുകൊണ്ട് താടി നീട്ടി വളർത്തിയിട്ട് രുദ്രാക്ഷമാല ചാർത്തി ഹരേ റാം ഹരേ കൃഷ്ണ എന്ന് ചൊരിക്കുന്ന ഹൈന്ദവ ആചാര്യനാണ്, സന്യാസിയാണ്. അതിന്റെ പേരിൽ ഒരു ഹിന്ദുവിന്റെ തലയും കൊയ്യാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പോയിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ സംസാരിക്കുന്ന ചെമ്മാട്ട് വെച്ചാണല്ലോ. ചെമ്മാട് അടുത്താണല്ലോ മഞ്ചേരിയും എടരിക്കാടുമെല്ലാം. ആ പ്രദേശങ്ങളിൽ ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ 1975-80 കാലങ്ങളിൽ പരിശുദ്ധമായിരിക്കുന്ന ഷഹാദത്ത് കലിമയുടെ വാചകം ഒഴിവാക്കിയിട്ട് അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുരിശുമാല ചാർത്തിയിട്ട് ക്രിസ്ത്യൻ മിഷന്മാരുടെ പിന്നാലെ പോയിരുന്നില്ലേ? എന്നിട്ടെന്താ സംഭവിച്ചത്? ഇവിടെ കൊലപാതകമുണ്ടായോ? ഇവിടെ രക്തക്കറൊഴുകിയോ? രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുസൽമാനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. എന്താ സ്വാതന്ത്ര്യം? ഏതാണ്ട് 7-8ഓളം മൗലികാവകാശങ്ങൾ നമ്മുടെ രാജ്യം നമുക്ക് അനുവദിച്ചു നൽകുന്നു. ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്, സമത്വത്തിന്റെ അവകാശം. ഈ രാജ്യത്തെ എല്ലാവരും സമന്മാരാണ്. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ അവകാശം. എന്തിനു വേണ്ടിയൊക്കെയാണ്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, പ്രഭാഷണം നടത്തുവാൻ, തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ, യോഗം ചേരുവാൻ, സംഘടനയുണ്ടാക്കുവാൻ, എല്ലാത്തിനും അവകാശമുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, വിച്ച് ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കാം, അത് സ്വീകരിക്കാം, അത് പ്രബോധനം ചെയ്യാം, ഇഷ്ടമില്ലാത്ത സമയത്ത് വിട്ടെറിഞ്ഞു പോകാം. അതുതന്നെയാണ് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇസ്ലാമിനോട് താല്പര്യമില്ലേ? നിനക്ക് പോകാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ഇതിൽ തന്നെ നിൽക്കണമെന്ന് യാതൊരു നിലപാടും നിങ്ങൾക്കില്ല, യാതൊരു നിർബന്ധമില്ല. അതിന്റെ പേരിൽ ഈ രാജ്യത്തെ 14 കോടി മുസ്ലിങ്ങളെയും 5 ലക്ഷം കൊടുത്ത് വിലക്കെടുത്താൽ പോലും അതിന്റെ പേരിൽ ഒരു പൊട്ടാസ് പോലും പൊട്ടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം ഉണ്ടാക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്നദ്ധരാവുകയില്ല എന്ന് ഭരണാധികാരികളോട് സ്നേഹത്തോടുകൂടെ സൂചിപ്പിക്കട്ടെ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ എന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ വർത്തമാന കാലഘട്ടം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യ സ്നേഹിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് പോലും അവരുടെ മതേതരത്തിന്റെ മുഖം മാറ്റിവെക്കേണ്ടി വരുന്നു. അതാണല്ലോ നാദാപുരത്ത് കണ്ടത്. നമ്മൾ കണ്ടല്ലോ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും അവിടെ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു. ഞങ്ങളതിൽ വേദനിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഞങ്ങൾ അതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു. ഞങ്ങളുടെ നേതാവ്, ആത്മീയ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഭാസ്കരനുമായി സംസാരിച്ചിട്ടുണ്ട്. സമാധാനത്തോടുകൂടെ അശ്രുക്കൾ പഠിച്ചുകൊണ്ട് തങ്ങൾ എന്റെ മകൻ നഷ്ടപ്പെട്ടു, അതിന്റെ പേരിൽ ഇനി ഒരമ്മയും കരയാൻ പാടില്ല, ഒരു ഉമ്മയും കരയാൻ പാടില്ല, ഒരു വീടും കരിക്കാൻ പാടില്ല, തങ്ങളെന്ന് പറയണമെന്ന് പറഞ്ഞ ഭാസ്കരന്റെ വാക്കുകളുണ്ടല്ലോ, അതാണ് ഈ രാജ്യത്തെ മനുഷ്യ സ്നേഹികളുടെ വാക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടെ പോയി സമാധാനിപ്പിച്ചു, പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ അതിന്റെ പേരിൽ അവിടെ നടക്കുന്ന നരനായ കാണുമ്പോൾ ഇത് കേരളമാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ്. എന്താണ് അംഗങ്ങളെ വിദേശത്ത് പോയി, ഗൾഫ് നാടുകളിൽ പോയി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ തന്റെ ശരീരം സമർപ്പിച്ചുകൊണ്ട് വിയർപ്പ് തുള്ളികളൊഴുക്കി ചോര നീരാക്കി സമ്പാദിക്കുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് തന്റെ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവൻ നിലനിർത്താനുള്ള മോഹന സ്വപ്നങ്ങളുമായി അയച്ചു കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ അവരുടെ ജീവിതത്തിന്റെ വിയർപ്പിന്റെ ഗന്ധത്തിൽ ഉയർന്നു വന്ന വീടുകൾ, അവരുടെ ഫർണിച്ചറുകൾ, അവരുടെ വാഹനങ്ങൾ എല്ലാം ലാഘവത്തോടെ തച്ചു തകർത്ത് തരിപ്പണമാക്കി. എന്ന് മാത്രമല്ല, എത്ര കാലത്തേക്ക് ഇനി ഇവിടെ പോകാൻ കഴിയുമെന്ന് പോലും പറയാൻ കഴിയില്ല. അവർ താമസിക്കുന്ന വീടുകളിൽ കിണറുകളിൽ, കുളങ്ങളിൽ മാരകമായ വിഷം തളിച്ചിരിക്കുകയാണ്. അതെങ്ങാനും ഒന്ന് ശ്വസിച്ചാൽ മരിച്ചു പോകും. അത്രയും മാരകമായിരിക്കുന്ന വിഷങ്ങൾ പോലും തളിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ബജ്രംഗ് ദളക്കാരായിരുന്നുവെങ്കിൽ, വിഎച്ച്പിക്കാരായിരുന്നുവെങ്കിൽ അവർ ഇസ്ലാമിക വിരുദ്ധരായിരുന്നല്ലോ എന്ന് സമാശ്വസിക്കാമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ മുഖം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോ, മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയം വരുമ്പോ അതാ വർഗീയതയുടെ മുഖവുമായി വരികയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, തക്കതായ ശിക്ഷ അവർക്ക് നൽകണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം.
കൊണ്ടുവരണം. രണ്ടു കൂട്ടരെയും, ഈ ചെറുപ്പക്കാരനെ കൊന്ന കൊലയാളികളെയും കൊണ്ടുവരണം, അവിടെയുള്ള വീടുകൾ തകർത്തവരെയും കൊണ്ടുവരണം, അവിടെ കുഴപ്പങ്ങളുണ്ടാക്കുന്നവരെയും കൊണ്ടുവരണം. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, മന്ത്രിമാർ, ഞങ്ങൾക്ക് വേദനയുണ്ട്. ഒരു ചെറിയ മിണ്ടാ പ്രാണിക്ക് വല്ലതും സംഭവിച്ചാൽ ഓടിയെത്തിട്ട് അനുശോചനം അറിയിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നുവരെ ആയിരക്കണക്കിന് സഹോദരന്മാർക്ക് വീട് നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ ഒന്ന് എത്തിനോക്കാൻ, അവിടെയുള്ള കരച്ചിൽ കാണാൻ പോലും വന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കുന്നുണ്ട്. അടിയന്തരമായ ശ്രദ്ധയും നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് മഹാനായ അബ്ബാസ് അലി ശിഹാബ് നയിക്കുന്ന ആ മഹത്തായിരിക്കുന്ന ജാഥ ഇവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. ഈ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.